ശ്രീ ഷാഫി പറമ്പിൽ എം പിയെ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റിനെ കോൺഗ്രസിലെ തന്നെ ഇത്രയും സ്റ്റാർ വാല്യൂ ഉള്ള കോൺഗ്രസ് നേതാവിനെ ലാത്തി കൊണ്ട് മൂക്കടിച്ച് തകർത്ത പോലീസിന് CI അഭിലാഷ് ഡേവിഡിന് സർക്കാർ സംരക്ഷണം ഒരുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇരയായ ഷാഫി പറമ്പിൽ MPക്ക് നീതി ലഭിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വേട്ടക്കാരനായ പോലീസ് MPക്കെതിരെ കേസ് കൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. കേരള പോലീസിൽ ഇത്തരത്തിലുള്ള CPMന്റെ കൊട്ടേഷൻ എടുത്തുകൊണ്ട് ഗുണ്ടാ പ്രവർത്തനം നടത്തുന്നവർക്ക് സംരക്ഷണം ഒരുക്കുന്നതാണ് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീ പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷാഫി പറമ്പിലിനെതിരെയുള്ള നടന്ന ഈ അക്രമത്തിൽ ഒരു തീരുമാനം ഇത്രയും ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതിന് പരാതി നൽകിയിട്ട് ഇതുവരെയും ഒന്നും ചെയ്തിട്ടില്ല. ആ പോലീസ് CI അഭിലാഷ് ഡേവിഡിനെതിരെ ഒരു തീരുമാനമോ ഒന്നും ഇതുവരെ നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് LDF സർക്കാർ എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ തലത്തിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ്. അപ്പോൾ ഇതിന് ആക്ഷൻ എടുത്തില്ലെങ്കിൽ മഹിളാ കോൺഗ്രസ് ഉൾപ്പെടെ വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് ഞങ്ങൾ നീങ്ങും. ശ്രീ ഷാഫി പറമ്പിലിനെതിരായ ഇത്തരത്തിലുള്ള ഇത്രയും ദിവസമായിട്ടും ഒന്നും ചെയ്യാതിരിക്കുന്ന ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു സമീപനത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. CPMന്റെ ഇത്തരത്തിലുള്ള കൊട്ടേഷൻ സംഘങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സമീപനം TP കൊലക്കേസ് കുറ്റവാളികളിലും പ്രതികളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തിടുക്കത്തിൽ അവരെ പുറത്തു കൊണ്ടുവരാൻ ഉള്ള ശ്രമങ്ങളാണ് ഒരു ഭാഗത്തുകൂടി നടന്നുകൊണ്ടിരിക്കുന്നത്. TP വധക്കേസിലെ പ്രതികൾക്ക് എന്തൊരു വലിയ ചീഫ് ഗസ്റ്റിനെ പോലെയുള്ള ജയിലിൽ അവരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ജയിലിൽ കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ കാലം അവർ പുറത്താണ്. കോടതി പോലും പരോളിൻ്റെ കാര്യത്തിലൊക്കെ ഇത്തരത്തിൽ മാഫിയ ബന്ധങ്ങൾ, ഗുണ്ടാ സംഘങ്ങൾ, ലഹരി മാഫിയ ഒക്കെയായി ബന്ധമുള്ള ഇവർക്ക് പരോൾ കൊടുക്കുന്നതിൽ അത് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടും അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് TP വധക്കേസിലെ കുറ്റവാളികൾക്ക് ഏറ്റവും വലിയ കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ പോലും മദ്യസേവ നടത്തുന്ന ഒരു കാഴ്ച കാണേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് കേരളം നീങ്ങുന്നതും നമ്മൾ കാണുകയാണ്. അപ്പോൾ കൊട്ടേഷൻ സംഘങ്ങളായ ഈ ഗുണ്ടാ സംഘങ്ങളെ പുറത്തു കൊണ്ടുവരാനാണ് ഈ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും നമ്മൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. പോലീസിൻ്റെ ക്രിമിനൽവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്നത് നിത്യസംഭവം എന്നുപോലെ സംരക്ഷിക്കേണ്ട പോലീസ് തന്നെ ഇത്തരത്തിൽ ഗുണ്ടാ പ്രവർത്തനങ്ങളിലേക്കൊക്കെ നടക്കുമ്പോൾ ഇതിനൊക്കെ ഒരു അച്ചടക്കത്തിൽ തീരുമാനമെടുക്കേണ്ട ഒരു സർക്കാർ മറിച്ചുള്ള സമീപനമെടുക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് എന്ത് സുരക്ഷാ ബോധമാണ് ഈ ഗവൺമെൻറ് നൽകാൻ ആഗ്രഹിക്കുന്നത്?